ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ ജുൻഹുന്റെ ബോർഡിലേക്ക് ദോഹയുടെ ആത്മാവ് വരുന്നുണ്ട്. ദോഹയുടെ ആത്മാവിന് പ്രതികാരം ചെയ്യണമെങ്കിൽ അതിനൊരു മനുഷ്യന്റെ ബോഡി ആവശ്യമായിരുന്നു. 1500 വർഷം 1500 വർഷമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് മമ്മിട്ട് എത്രയും പെട്ടെന്ന് ആ ശാപം തീർക്കണമെന്നും പറഞ്ഞ് ദോഹ അവിടുന്ന് എണ്ണിട്ട് നേരെ യൂറിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ അതേസമയം പാർക്കാണെങ്കിൽ ജുൻഹയുടെ മരണ വാർത്ത അറിഞ്ഞ് ഒരുപാട് ഡൗൺ ആവുന്നുണ്ട്. അവന്റെ ഫ്യൂണറിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ടൈം ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നുണ്ട്. ജുൻഹോയുടെ ബോഡി കാണുന്നില്ല, ആർക്കും എവിടാന്ന് അറിയത്തില്ല. അതേസമയം ദോഹയാണെങ്കിൽ പയ്യെ യൂറിയെ കാണാൻ വേണ്ടി നടക്കുന്നുണ്ട്. ടിവിയിലാണെങ്കിൽ ജുൻഹോ മരിച്ചെന്ന് ന്യൂസ് പോകുന്നുണ്ട്. ഒരു കുട്ടി നോക്കാൻ നേരം അവളുടെ മുന്നിൽ കൂടെ ജുൻഹോ നടന്നു പോകുന്നു. പക്ഷെ ന്യൂസിലാണെങ്കിൽ ജുൻഹോ മരിച്ചാണൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചി നന്നായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ദോഹ എങ്ങനെ നടന്നു യൂറിയുടെ റൂമിന്റെ ഫ്രണ്ടിൽ എത്തുന്നുണ്ട്. അവൻ അകത്ത് കയറി അവളുടെ അടുത്തിരിക്കുമ്പം അവൾ കണ്ണുറന്ന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദോഹ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൈഡിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് ഏതെങ്കിലും ഒരു ജന്മം ഞാൻ നിന്നെ കൊന്നാൽ മാത്രമേ എന്റെ ശാപം തീരൂ. 1500 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തെന്നും പറഞ്ഞ് ദോഹ കത്തി കൊണ്ട് യൂറിയെ കുത്താൻ പോകുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ഫോഴ്സ് വന്ന് അവനെ തടയുന്നുണ്ട്. തെറിച്ചു പോയി വീഴുമ്പോഴാണ് യൂറിക്ക് ബോധം വരുന്നത്. ജുൻഹോ, അപ്പൊ നിനക്കൊന്നും പറ്റില്ലേ? നീ ജീവനോട് തന്നെ ഉണ്ടോ? നീ മരിച്ചെന്ന് എല്ലാരും പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും പറഞ്ഞ് യൂറി ദോഹയെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദോഹയാണെങ്കിൽ അപ്പൊ ഞാൻ തിരിച്ചു വന്നത് നിനക്ക് ഇഷ്ടമായല്ലേ? അപ്പനാണ് യൂറി ജുൻഹോയെ ഹഗ് ചെയ്ത കാര്യം തന്നെ ഓർക്കുന്നത്. സോറി, ഞാൻ മനഃപൂർവ്വം ഹഗ് ചെയ്തല്ല. നീ എന്നെ ഹഗ് ചെയ്തോണ്ട് ഞാൻ ഹഗ് ചെയ്തെന്നുള്ളൂ. നീ ഇത്ര നേരം എനിക്ക് വേണ്ടിയാണോ വെയിറ്റ് ചെയ്തത്? ദോഹ ഇങ്ങനെ വിയേർഡായിട്ട് സംസാരിക്കുന്നുണ്ട്. യൂറി ആണെങ്കിൽ നിനക്കെന്താ വയ്യെന്നും പറഞ്ഞ് അവന്റെ നെറ്റില് കൈവെക്കുന്നുണ്ട്. ദോഹയ്ക്കൊപ്പം പഴയ കാലത്ത് ഹാനയും ദോഹയും സ്നേഹിച്ചിരുന്ന ടൈമില് ദോഹയ്ക്ക് പനി വന്നപ്പോ ഹാന ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അതോർത്തതും ദോഹ അവിടെ തന്നെ ബോധം കിട്ടു വീഴുന്നുണ്ട്. അതേസമയം പാർക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് ജുൻഹോയുടെ ബോഡിക്ക് എന്താ പറ്റിയെന്ന് തിരക്കുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഫുള്ള് തപ്പിയതാ. മോർച്ചറി വെച്ചിരുന്ന ജുൻഹോയുടെ ബോഡി പെട്ടെന്ന് കാണാതായി. ഞങ്ങൾ ഇവിടെ എല്ലാം തപ്പിയതാ. അപ്പം ഇവിടെ നിന്ന് ആൾക്കാരെ പറഞ്ഞത് ജുൻഹോ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ബ്രദറിന്റെ ഹാർട്ട് ചിലപ്പം ടെമ്പററി ആയിട്ട് നിന്നതായിരിക്കും. ബോധം വന്നപ്പോ അവൻ തന്നെ എണീറ്റ് പോയി കാണും. ഇത് കേട്ടപ്പോഴാണ് പാർക്കിന് സമാധാനാവുന്നത്. കണ്ണോർക്കുന്ന ദോഹ ഹോസ്പിറ്റലിലെ ബെഡിലാണ്. അവൻ നോക്കാൻ നേരം അവിടെ സോഫയില് ജുൻഹോയുടെ അസിസ്റ്റന്റ് കിടന്നുറങ്ങുന്നുണ്ട്. ഉറക്കത്തിൽ അവൻ ജുൻഹോയ്ക്കൊന്നും വരാൻ പാടില്ല, ജുൻഹോയ്ക്കൊന്നും വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ദോഹ അസിസ്റ്റന്റിനെ നോക്കാൻ നേരം ദോഹയ്ക്ക് ജുൻഹോയുടെ മെമ്മറീസ് വരുന്നുണ്ട്. ജുൻഹോയുടെ അടുത്ത് അസിസ്റ്റന്റ് ജോയിൻ ചെയ്യാൻ വരുന്ന ടൈമിലെ മെമ്മറീസ് ആണ് ദോഹയ്ക്ക് വരുന്നത്. ഇവൻ മരിച്ചതല്ലേ, ഇവന്റെ മെമ്മറി എന്തിനാ എനിക്ക് വരുന്നെന്നും പറഞ്ഞ് ദോഹ നന്നായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഇവിടെ അതേസമയം നമ്മളെ യൂറി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നുണ്ട്. കൊച്ചങ്ങനെ വീട്ടിലോട്ട് പോകാൻ നേരം ജസ്റ്റ് ഹോസ്പിറ്റൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നോക്കുന്ന നേരം ദാണ്ടട നമ്മളെ ജുൻഹോ ഹോസ്പിറ്റലിന്റെ മേളിൽ നിൽക്കുന്ന ഹേ ജുൻഹോ എന്ന് പറഞ്ഞ അവള് കൈ വീശുന്നുണ്ടെങ്കിലും അത് നമ്മളെ ദോഹയല്ലേ. അവൻ അവളെ ഒരുമാതിരി നോക്കുന്നുണ്ട്. ഇനിയിപ്പോ അവൻ ഇനി മനസ്സിലായി കാണത്തില്ലെന്നും പറഞ്ഞ് യൂറി അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ദോഹ അങ്ങനെ യൂറിയെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരം അവന്റെ അടുത്തേക്ക് കുറെ ആൾക്കാർ ഓടി വരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജുൻഹോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലേ. അവനാണെന്നും പറഞ്ഞാണ് എല്ലാരും ദോഹയുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ഇവരെന്തിനാ എന്റെ അടുത്ത് ഓടി വരുന്നെന്നും പറഞ്ഞ് കൺഫ്യൂസ് ആയിരിക്കുന്ന ദോഹയെ പെട്ടെന്ന് ജുൻഹോയുടെ അസിസ്റ്റന്റ് തലയെ കൂടെ ഒരു ടവലും ഇട്ട് മൂടി വിളിച്ചോണ്ട് പോകുന്നുണ്ട്. എന്നാലും അവരെല്ലാരും കൂടെ എന്തിനായിരിക്കും എന്നെ ഫോളോ ചെയ്ത് എന്ന് ആലോചിക്കുന്ന ദോഹ നോക്കാൻ നേരം ലിഫ്റ്റില് നമ്മളെ ജുൻഹോയുടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഓ, അപ്പം ഇവനൊരു ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റിയാണ്. ഇവിടത്തെ സമയം നമ്മളെ കിമ്മിന് 8ന്റെ പണി തന്നെ കിട്ടി. അവനെ ആ ഡ്രാമയിൽ നിന്ന് എടുത്തു മാറ്റി. കാരണം എന്താന്ന് വെച്ചാൽ അവനും അവന്റെ ലവറും തമ്മിലുള്ള റിലേഷൻ ഫുള്ള് ഫ്ലാഷായി. ന്യൂസ് ഫുള്ളും ഇപ്പം കിമ്മിന്റെ റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ആരായിരിക്കും ഈ ന്യൂസൊക്കെ ഫ്ലാഷൊക്കെ? അതുകൊണ്ട് തന്നെ ആ ഹിസ്റ്റോറിക് ഡ്രാമയെ നടിച്ചു പുറത്താക്കി. ഉറപ്പായിട്ട് ഇതിന് പുറകെയുള്ള ഒറ്റ ഒരെണ്ണത്തെ പോലും ഞാൻ വെറുതെ വിടത്തില്ല. ആരുടെയും മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. നിനക്ക് മാത്രമല്ല, എനിക്ക് പണി കിട്ടേ. എന്നെ ആ കമ്പനിന്ന് വിളിച്ചിട്ട് ആ ഹിസ്റ്റോറിക് ഡ്രാമയിൽ ആക്ട് ചെയ്യണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഇതിനെല്ലാം പുറകിൽ ആ പാർക്കാന്നാ തോന്നുന്നത്. ആക്ച്വലി നമ്മളെ പാർക്കാണെങ്കിൽ ജുൻഹോയ്ക്ക് ആ ഹിസ്റ്റോറിക് ഡ്രാമയിൽ ആക്ട് ചെയ്യാൻ വേണ്ടി കിമ്മിന്റെ റിലേഷൻഷിപ്പ് ഫുള്ള് ഫ്ലാഷ് ആക്കി. ന്യൂസിലേക്ക് അത് വലിയ ചർച്ചയായിട്ട് പോകുന്നുണ്ട് തന്നെ കിമ്മിന് ആ ഡ്രാമയിൽ ആക്ട് ചെയ്യാനും പറ്റത്തില്ല. അതേസമയം ദോഹയാണെങ്കിൽ അസിസ്റ്റന്റ് ചെറുക്കനെയും കൂട്ടി നേരെ യൂറിയുടെ വീട്ടിലോട്ട് പോവാ. അപ്പൊ ആ അസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മളെന്തിനാ ഇപ്പൊ യൂറിയുടെ വീട്ടിലോട്ട് പോന്ന? എന്താ സർ, നിങ്ങൾക്ക് ഇനി എങ്ങാനും അവരോട് ലവ് തോന്നിയോ? കേട്ടത് നമ്മളെ ദോഹ ഒന്നും ചിന്തിക്കാതെ അസിസ്റ്റന്റിന്റെ കരുത്തിന് വിളിക്കുന്നുണ്ട്. നിന്നോട് പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. മര്യാദയ്ക്ക് ആ യൂറിയുടെ വീട്ടിൽ എന്നെ കൊണ്ടോ. സാധാരണ ജുൻഹോ ഇങ്ങനെയൊന്നും പെരുമാറാത്തോണ്ട് ആ അസിസ്റ്റന്റ് ചെറുക്കൻ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ദോഹ യൂറിയുടെ വീട്ടിന്റെ ഫ്രണ്ടിലാക്കിയിട്ട് അസിസ്റ്റന്റ് ഈ കാര്യം നേരെ ചെന്ന് പാർക്കിനോട് പറയുന്നുണ്ട്. ഇവിടെ നമ്മളെ യൂറി വീടിന്റെ പുറത്ത് എന്തോ നോക്കിക്കൊണ്ടിരിക്കാൻ നേരം ഇതാ പറ്റിയ സമയം എന്ന് പറഞ്ഞ ദോഹ പുറകെ കൂടെ വന്ന കത്തി കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അവനെ ഒരു ഫോഴ്സ് വന്ന് തടയുന്നുണ്ട്. ദോഹ തെറിച്ച് വീണ ശബ്ദം കേട്ട് യൂറി തിരിഞ്ഞു നോക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ? നിനക്ക് എന്താ പറ്റുക? സത്യം പറ, നിന്നെ ഏത് ഫോഴ്സാ പ്രൊട്ടക്ട് ചെയ്യുന്ന? നിന്നോടാ സത്യം പറയാൻ പറഞ്ഞെന്നും തന്നെ ദോഹ എന്തൊക്കെയോ പറയുന്നുണ്ട്. നിനക്ക് എന്താടാ ചക്ക വയ്യ എന്ന് യൂറി ചോദിക്കാൻ നേരം തന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പാർക്ക് ചോദിച്ചേക്കുന്നത്. ആ ആക്സിഡന്റിന് ശേഷം ജുൻഹയുടെ മൈൻഡ് ഫുള്ള് ഡിസ്റ്റർബ് ആണ്. ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാം തന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പാർക്ക് ചോദിച്ചേക്കുന്നത്. ആ ടൈമിൽ ദോഹയാണെങ്കിൽ യൂറിയുടെ ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. നീ എന്തുവായി കാണിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്റെ ഫോൺ മേടിച്ചോണ്ടാണോ?
ചുമ്മാ കളിക്കാത്ത ഫോൺ തന്നെയെന്നും പറഞ്ഞ അവിടെ ഫോൺ വാങ്ങി അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ അസിസ്റ്റന്റ് പാർക്കിനോട് പറഞ്ഞത് ജുൻഹോയുടെ ക്യാരക്ടറിന് ഇപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന്. ആ കാര്യം സംസാരിക്കാനാണ് യൂറിയെ പാർക്ക് വിളിച്ചു വരുത്തിയത്. ആക്ച്വലി ആ ആക്സിഡന്റിന് ശേഷം ജുൻഹോയുടെ ക്യാരക്ടറെ മാറിപ്പോയിട്ടുണ്ട്. മരണത്തിന് തിരിച്ചു വന്നോണ്ടായിരിക്കാം ആളെ ആകെ മാറിയ പോലെ. അതുകൊണ്ടാ തന്നെ വന്ന് അവനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന. അത് സാരില്ല, എനിക്ക് അവനെ മനസ്സിലാവുന്നുണ്ട്, എല്ലാം ഓക്കെ ആവും. ഇവിടെ അതേസമയം നമ്മൾ ദോഹയാണെങ്കിൽ എന്നാലും അവിടെ എന്തോ ഏറ്റവും പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തോ ഒരു ഫോഴ്സ് ആളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം അവിടെ ജുൻഹോ ക്യാറ്റ് ചെയ്യാനുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരാൾ കൊണ്ടുവെക്കുന്നുണ്ട്. ജുൻഹോയുടെ ബോഡിയിലായതുകൊണ്ട് തന്നെ ദോഹ ആ സ്ക്രിപ്റ്റ് എടുത്ത് റീഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു മാജിക്കൽ മാലയുടെ കാര്യം പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്ത ദോഹയ്ക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. യൂറി കുഞ്ഞായിരിക്കുന്ന ടൈമില് ആ സന്യാസി അവക്ക് കൊടുത്ത മാല അതാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ മാലയാണ് കാരണം. അത് അവളുടെ കയ്യിലുണ്ടായതുകൊണ്ടാ എനിക്ക് അവളെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തത്. ആ മാലയെക്കുറിച്ച് ആലോചിച്ചു കിടന്ന ദോഹ അവന്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങള് സ്വപ്നം കാണുന്നുണ്ട്. തന്റെ അമ്മയെ അച്ഛനെ നഷ്ടപ്പെട്ട ഹാന ദോഹ ഉറങ്ങിക്കിടക്കുന്ന ഒരു ടൈമില് അവനെ കൊല്ലാൻ വേണ്ടി അവന്റെ റൂമിൽ ചെന്ന് കയറുന്നുണ്ട്. പക്ഷെ ദോഹ ഹാനയെ കൈയോടെ പൊക്കുന്നുണ്ട്. ആരാ നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നു? മര്യാദയ്ക്ക് സത്യം പറ, ഞാൻ ആരാന്നോ? എന്റെ അച്ഛനെ അമ്മയെ നീ കൊന്നിട്ട് എന്റെ അച്ഛനെ അമ്മയെ കൊന്നു ഞാൻ ഉറപ്പായിട്ടും കൊല്ലും. ഹോ, അപ്പൊ നീ ആ ജനറലിന്റെ മോളല്ലേ? നിന്നെ കാണാൻ നല്ല രസം ഉണ്ടായോണ്ട് ഞാൻ നിനക്കൊരു ചാൻസ് തരാം. നീ ഈ റൈറ്റ് സൈഡിലെ വാള് ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്റെ കൈ കൊണ്ട് നീ ചാവും. അതെ ഈ ലെഫ്റ്റ് സൈഡിലെ ഡ്രസ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ജീവിതകാലം മൊത്തം നീ എന്റെ അടിമ. ഏത് വേണോന്ന് നീ പയ്യെ തീരുമാനിച്ചിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഹീറോയിൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഡ്രസ്സാണ് ചൂസ് ചെയ്യുന്നത്. അവന്റെ കൂടെ നിന്ന് അവനെ കൊല്ലാൻ വേണ്ടിയാണ് ഹാന ഡ്രസ്സ് ചൂസ് ചെയ്തത്. ഇങ്ങനെയാണ് ദോഹ ആദ്യമായി ഹാനയെ മീറ്റ് ചെയ്തത്. അടുത്ത സീനില് പാർക്കാണെ ജുൻഹോയെ കാണാൻ വരുന്നുണ്ട്. ജുൻഹോയുടെ ബോർഡിലുള്ള ദോഹയാണെങ്കിൽ ആ പാർക്കിനോട് നാളെ ഒരു പ്രസ് മീറ്റ് ഇല്ലേ, അതിന് നമുക്ക് യൂറി ഇൻവൈറ്റ് ചെയ്തല്ലോ. പാർക്കും അതിന് സമ്മതിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആ പ്രോഗ്രാം സ്റ്റാർട്ട് ആയതും യൂറി കറക്റ്റ് ടൈമിൽ അവിടെ വരുന്നുണ്ട്. യൂറിയെ കണ്ട ദോഹയാണെങ്കിൽ ആ കുട്ടി കാരണമാണ് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ആ കുട്ടിയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മരിച്ചു പോയാന്. ദോഹ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഡ്രസ് എല്ലാം കൂടെ നമ്മള് യൂറിയെ വട്ടം ചുറ്റുന്നുണ്ട്. പക്ഷെ അവക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയുണ്ട്. അവിടുന്ന് എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവുന്നുണ്ട്. ദോഹ യൂറി ഫോളോ ചെയ്ത് പോയ നേരം അങ്ങോട്ടേക്ക് നമ്മുടെ ജുൻഹോയുടെ ലവർ വരുന്നുണ്ട്. ബ്രേക്കപ്പിന് ശേഷം നമ്മൾ ഇത് ആദ്യമായിട്ടല്ല കാണുന്നത്. അവളത് പറഞ്ഞത് ദോഹയാണെങ്കിൽ ജുൻഹോയുടെ മെമ്മറി നോക്കുന്നുണ്ട്. അതിൽ ഈ ലവർ പെണ്ണിന്റെ പുറകെ ജുൻഹോ ഒരു പട്ടിയെ പോലെ നടന്നത് ദോഹ കാണുന്നുണ്ട്. ഇവളുടെ പുറകെയൊക്കെ എന്തിനാ ചെറുക്കെ ഇങ്ങനെ നടന്നതെന്നും പറഞ്ഞു അവളെ മൈൻഡ് ചെയ്യാതെ ദോഹ അവിടുന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് അവൾ നന്നായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ഡ്രസ്സിന്റെ എസ്കേപ്പ് ആയ യൂറി ഒരു റൂമിൽ കയറി കഥവ് ലോക്ക് ചെയ്യുന്നുണ്ട്. അവള് സൈഡിൽ നോക്കാൻ നേരം താണ്ടായിട്ട് നമ്മൾ ദോഹ അവനെ കണ്ട് അവൾ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അല്ല നീ ഇവിടെ എന്താ ചെയ്യുക? അതൊക്കെ വിട്. നീ ആ പ്രസിന് മുന്നേ എന്തിനാ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറയാൻ പോയെ? ഞാനൊരു ഫയർ ഫൈറ്റർ അല്ലേ? ഞാൻ മാത്രമല്ല എല്ലാ ഫയർ ഫൈറ്റേഴ്സും ആ ഒരു ടൈമില് അതേ ചെയ്യത്തുള്ളൂ. ഇത്രയും നാള് ഞാൻ നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്ത. ഞാൻ തീരുമാനിച്ച കാര്യം നടക്കുന്നെങ്കിൽ നീ എന്റെ കൂടെ വേണമെന്ന് ദോഹ പറയുമ്പോ ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഓ ഇനി ചിലപ്പം ആ ആക്സിഡന്റിന് ശേഷം ചെറുക്കൻ്റെ കിളി ഫുള്ള് പോയി കാണും. എടാ നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവാൻ പോകുന്നില്ല. നീ എന്റെ കൂടെ തന്നെ വേണം എപ്പോഴും. നീ എന്തുവാ ഈ പറയുന്ന? ഞാനൊരു ഫയർ ഫൈറ്ററാ, എനിക്ക് എപ്പോഴും നിന്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നാ നീ ആ ജോലി അങ്ങ് വിട് എന്നും പറഞ്ഞ് ദോഹ നേരെ യൂറിയുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. അവള് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അവൻ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും കറണ്ട് പോകുന്നുണ്ട്. അവൻ പിന്നെയും ക്ലോസ് ആയി ചെന്ന് അവിടുത്തെ സ്വിച്ച് ഇട്ടിട്ട് ഇതാ നോക്ക്, നീ എപ്പോഴും എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ യൂറി ഓൺലൈനിൽ ജുൻഹോയ്ക്ക് ലവർ ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ദോഹയാണെങ്കിൽ ഇവിടെ യൂറിയുടെ ബാഗ് അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് ആ മാലയുണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത സീനില് ദോഹയോട് സംസാരിക്കുന്ന ജുൻഹോന്റെ അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്. എടാ സത്യത്തിൽ നിനക്ക് എന്താ പറ്റിയ? നീ എന്തിനാ ആ യൂറിയുടെ പുറകെ എങ്ങനെ നടന്ന് ചുറ്റുന്നു? നിനക്കെന്താ അവളോട് ഇത്ര ഇൻട്രസ്റ്റ്? അത് എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഞാൻ ജുൻഹ അല്ല, 1500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനറലാണ് ഞാൻ. ആ യൂറി കാരണ ഞാൻ മരണപ്പെട്ടത്. അവളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ ഞാൻ ഇപ്പൊ ജുൻഹയുടെ ബോഡി കയറിയിരിക്കുന്നു. അപ്പൊ നീ പറഞ്ഞിരുന്ന നീ ഒരു പ്രേതമെന്നാ? പോട്ടടാ, സാരമില്ല. ആ ആക്സിഡന്റിന്റെ തലയ്ക്ക് എവിടെയോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടടി. അതുകൊണ്ട് നാളെ പോയി എന്തൊക്കെയായാലും ഒരു സ്കാൻ ചെയ്യണം. ഈ പൊട്ടനോട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതോ അവന്റെ പവേഴ്സ് യൂസ് ചെയ്യാൻ തന്നെ. യൂഷ്വലി പ്രേതങ്ങൾ ചെയ്യുന്നതൊക്കെ ലൈറ്റ് ഓഫ് ആക്കി ഓണാക്കി അവിടെ കുറെ ശബ്ദങ്ങളും ഉണ്ടാക്കാൻ നേരം നമ്മൾ അസിസ്റ്റന്റ് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അയ്യോ നാട്ടുകാരോട് തന്നെ പ്രേതം എന്നെ രക്ഷിക്കണേ, അയ്യോ ദൈവമേ, പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യില്ല, പ്ലീസ് പ്ലീസ്. ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ നിനക്ക് എന്താ വേണം? ഞാൻ ഈ ബോർഡ് വിട്ടു പോകണം അല്ലേ? പോവാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് നീ എന്നെ സഹായിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഈ ബോഡി വിട്ടു പോകത്തുള്ളൂ. അതിനുവേണ്ടി നീ ഫസ്റ്റ് ഒരു ടെമ്പിൾ കണ്ടുപിടിക്കണം. ഈ യൂറിയുടെ പ്രായമുള്ളൊരു സന്യാസിയുള്ള ടെമ്പിള്. നീ എത്രയും പെട്ടെന്ന് ആ ടെമ്പിൾ കണ്ടുപിടിക്കുന്നോ അത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പോകും. അടുത്ത സീനിൽ ആ ടെമ്പിളാണ് കാണിക്കുന്നത്. ടെമ്പിളിന്റെ പുറത്ത് ഗുരു നിലാവ് നോക്കി നിൽക്കാൻ നേരം അങ്ങോട്ടേക്ക് നമ്മൾ സന്യാസി വരുന്നുണ്ട്. എന്താ ഗുരു ഇത്രയും നേരമായിട്ട് ഉറങ്ങില്ലേ? ഇങ്ങോട്ടേക്ക് ആരോ വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. താമസിക്കാതെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവും. ഓ ഗസ്റ്റോ? എന്നാ അവരെ നമ്മൾ നന്നായിട്ട് വെൽക്കം ചെയ്യണ്ടേ?
അടുത്ത സീനില് ആ കിം ആണെങ്കിൽ കുടിച്ചിട്ട് വന്നിട്ട് ജുൻഹയുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫുൾ അലമ്പ അവന്റെ വീട്ടിലോട്ട് കല്ലൊക്കെ പറക്കി കിടക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട് ദോഹ പുറത്തോട്ട് വരുന്നുണ്ട്. എടാ പട്ടി നാറി ജുൻഹോ, നിനക്ക് ആക്ടിങ് എന്തോന്നറിയാവോ? നീ ഒരു തേർഡ് ക്ലാസ് ആക്ടറാ. പവറും പണം ഉണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. നിന്റെ അഭിനയത്തെ കുറിച്ച് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. പിന്നെ നീ ഇപ്പം നിന്റെ കൂടെ ഒരു പെണ്ണിനെ കൊണ്ട് റിപ്പോർട്ട്, അവളുടെ പേര് യൂറി. അവക്ക് വേണ്ടിയില്ലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു? അവക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നീ നോക്കിക്കോ. അത് പറഞ്ഞ് നമ്മൾ കിം ചേട്ടനെ തിരിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ നിൽക്കുന്നു ദോഹ. കിം ചേട്ടൻ നന്നായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ഇവരെന്തോ പറന്നു വന്നാ? ദാ നോക്ക്, നീ എന്നെ എന്തോ എന്തെങ്കിലും ചെയ്താ, അവളെ നീ എന്തെങ്കിലും ചെയ്താ, നീ നിൽക്കുന്ന സ്ഥലം അറിയാതെ തന്നെ നിന്നെ കുഴിച്ചു പോകും. കാരണം അവൾ എനിക്കുള്ളത്. നമ്മളെ ചെക്ക വീട് ഉദ്ദേശിക്കുന്ന അവന്റെ കൈ കൊണ്ട് വേണം നമ്മളെ യൂറി ഡെഡ് ആവാൻ. പിറ്റേ ദിവസം പാർക്ക് വന്ന് CCTV നോക്കുമ്പോ തന്നെ കിമ്മാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാവുന്നുണ്ട്. നോക്കിക്കോ, അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. കിമ്മിന്റെ ഈ പ്രശ്നമൊക്കെ കാരണം ജുൻഹോയുടെ സേഫ്റ്റിക്ക് വേണ്ടി അസിസ്റ്റന്റ് ഒരു ബോഡി ഗാർഡിനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അസിസ്റ്റന്റ് ആണെങ്കിൽ ആ ബോഡി ഗാർഡിന്റെ പുറകെ ഒളിച്ചു നിന്നിട്ട്, ഈ പ്രേതത്തിന് എന്തിനാ ബോഡി ഗാർഡ്? എന്നെ നോക്കണ്ട, ഞാനൊന്നും ഇത് അപ്പോയിന്റ് ചെയ്തത്, നിന്റെ ബ്രദർ അപ്പോയിന്റ് ചെയ്തത് എന്ന് അസിസ്റ്റന്റ് പറയുമ്പം പാർക്കാണെങ്കിൽ ഈ ഇടയായിട്ട് നിന്നെ ആരൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇയാൾ 24 മണിക്കൂർ നിന്റെ കൂടെ കാണും. ദോഹ എന്നിട്ട് ആ ബോഡി ഗാർഡിന് കൈ കൊടുക്കാൻ പോകുന്നുണ്ട്. അയാളും കൈ കൊടുക്കാൻ നേരം നമ്മളെ ദോഹ ആ ബോഡി ഗാർഡിനെ അടിച്ചു തറയിടുന്നുണ്ട്. ഇയാളൊന്നും എന്റെ ബോഡി ഗാർഡായിട്ട് സെറ്റ് ആവത്തില്ല, എന്റെ ബോഡി ഗാർഡിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാന്ന് ദോഹ പറയുന്നുണ്ട്. അപ്പൊ അതിന് പിന്നിൽ എന്തൊക്കെയോ ഒരു പ്ലാൻ ഉണ്ട്. ബാക്കി എന്താന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.